ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ്. ആദ്യം നമുക്ക് ട്രയാങ്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള പോളിഗണാണ് ട്രയാങ്കിള്. ട്രയാങ്കിളിൻ്റെ ഈ കോർണറിന് പറയുന്നത് വെർട്ടെക്സ് എന്നാണ്. വെർട്ടെക്സ് 3 വെർട്ടെക്സ് ഉണ്ടായിരിക്കും. വെർട്ടെക്സിൻ്റെ പ്ലൂറിൽ വെർട്ടിസസ് ആണ്. ഇനി ഒരു ട്രയാങ്കിളിന് 3 സൈഡുകളുണ്ടാവും. ഈ 3 സൈഡ് പിന്നെ 3 ആംഗിളും ഉണ്ടാവും. ഈ 3 ആംഗിളുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് ആംഗിൾ എ, ഇത് ആംഗിൾ ബി, ഇത് ആംഗിൾ സി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഏത് ട്രയാങ്കിളിൻ്റെ ഈ 3 ആംഗിൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കോൺഗ്രൻറ്റ് എന്ന് പറയുന്നത് എന്താ നോക്കാം. ഒരു 2 പ്ലെയിൻ ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന 2 ഫിഗേഴ്സ്. ഞാൻ ഇവിടെ 2 റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ കോപ്പിയാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചതാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. സെയിം സൈസിലുള്ള ഫോട്ടോസ്റ്റാറ്റ്. അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ 2 റെക്റ്റാങ്കിളും എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതായത് ഇതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ സെയിം ആയിരിക്കും. അങ്ങനെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള 2 ഫിഗേഴ്സിനെ നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ 2 ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഫിഗറിൻ്റെ മേലെ ഈ രണ്ടാമത്തെ ഫിഗർ വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഫിഗർ കാണാൻ പറ്റില്ല. എക്സാക്ട്ലി സെയിം ആയിരിക്കും. അപ്പോൾ 2 ഫിഗറുകളുടെ ഷേപ്പും സൈസും സെയിം ആണെങ്കിൽ അവ നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഈ 2 ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് സർക്കിളും ഒന്ന് ട്രയാങ്കിളുമാണ്. അപ്പോൾ ഷേപ്പ് സെയിം അല്ല, അതുകൊണ്ട് ഇത് കോൺഗ്രൻ്റ് അല്ല. ഇനി നമുക്ക് ഈ 2 ഷേപ്പും കോൺഗ്രൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടും ഒരേ ഷേപ്പാണ്, രണ്ടും ട്രയാങ്കിളാണ്. പക്ഷേ രണ്ടിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. രണ്ടിൻ്റെയും 3 ആംഗിളുകളും ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, പക്ഷേ സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എക്സാക്ട്ലി സെയിം ആയിരിക്കണം, ഒരേപോലെ ആവണം. സൈസും ഷേപ്പും എല്ലാം സെയിം ആണെങ്കിലാണ് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ഫിഗറും കോൺഗ്രൻ്റ് അല്ല. 2 ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആവണമെങ്കിൽ അവയുടെ ഷേപ്പും സൈസും ഐഡൻറ്റിക്കൽ ആവണം. കോൺഗ്രൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എക്സാക്ട്ലി ഈക്വൽ എന്നാണ്. എക്സാക്ട്ലി ഈക്വൽ ആവണം 2 ഫിഗേഴ്സും, എന്നാലാണ് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ സിമ്പിൾ ഒരു ഈക്വൽ ടുൻ്റെ മേലെ എസ് തിരിച്ചിട്ട സിമ്പിൾ, ഈ സിമ്പിളാണ്. ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ. ഇതിൽ എ ബി എന്ന് പറയുന്ന സൈഡ് പി ക്യു എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. അതേപോലെ ബി സി എന്ന് പറയുന്ന സൈഡ് ക്യു ആർ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. എ സി എന്ന് പറയുന്ന സൈഡ് പി ആർ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെയും ഷേപ്പ് സെയിം ആണ്, അതേപോലെ സൈസും സെയിം ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. സൈസും അതേപോലെ ഷേപ്പും സെയിം ആണ്. അപ്പോൾ നമുക്കിതിനെ കോൺഗ്രൻ്റ് ആണെന്ന് പറയാം 2 ട്രയാങ്കിളിന്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ് ട്രയാങ്കിൾ പി ക്യു ആർ. ഇനി ഞാൻ ഈ ട്രയാങ്കിളിനെ ഒന്ന് തിരിച്ചു വെച്ചു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ പേര് എക്സ് വൈ സെഡ് എന്ന് എഴുതി. ഈ 2 ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ്. അതായത് ട്രയാങ്കിൾ എ ബി സി ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം. എ ബി സി അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ട്രയാങ്കിൾ എഴുതേണ്ടത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡ് ഫസ്റ്റ് സൈഡ് സിംഗിൾ ഡാഷ്, രണ്ടാമത്തെ സൈഡ് ഡബിൾ ഡാഷ് അല്ലേ. സിംഗിൾ ഡാഷ് ഡബിൾ ഡാഷ് അതേ ഓർഡറിൽ. ഇവിടെ സെക്കൻഡ് ട്രയാങ്കിൾ സിംഗിൾ ഡാഷ് ഈ സൈഡാണ്, ഡബിൾ ഡാഷ് ഈ സൈഡാണ്. അപ്പോൾ ഇതേ ഓർഡറിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ എഴുതുമ്പോൾ വൈ എക്സ് സെഡ് ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. ഇനി ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ട്രയാങ്കിൾ എ സി ബി എന്നാണ് എഴുതണമെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ എ സി ബി, ഫസ്റ്റ് എ സി ഈ ട്രിപ്പിൾ ഡാഷുള്ള സൈഡ്, ഇനി രണ്ടാമത്തെ സൈഡ് സി ബി അത് ഡബിൾ ഡാഷുള്ള സൈഡ്. അപ്പോൾ എ സി ബി ഈ ഒരു ഓർഡറിലാണ് എഴുതിയേക്കുന്നത്.
ട്രിപ്പിൾ ഡാഷ് ഡബിൾ ഡാഷ്, ട്രിപ്പിൾ ഡാഷ് ഈ സൈഡ്, അത് ഫസ്റ്റ്, ഡബിൾ ഡാഷ് ഈ സൈഡ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഈ ഒരു ഓർഡറിലാണ്. അപ്പോൾ വൈന്ന് സ്റ്റാർട്ട് ചെയ്യുക, എക്സിൽ എൻഡ് ചെയ്യുക. ട്രയാങ്കിൾ വൈ സെഡ് എക്സ്, ഇങ്ങനെയാവും എഴുതേണ്ടത്. അതായത് കറസ്പോണ്ടിങ് പാർട്സിൻ്റെ പൊസിഷൻ സെയിം ആയിട്ട് വരണം. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് എങ്ങനെ എഴുതാമെന്ന് നമുക്കറിയാം. ഇനി രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ, അതായത് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ് ട്രയാങ്കിൾ പി ക്യു ആർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എ ബി ആണ്. അപ്പോൾ ഈ സൈഡിന് ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പി ക്യു ഈക്വൽ ആയിരിക്കും. അതേപോലെ ബി സിക്ക് ക്യു ആർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി ഈക്വൽ ടു പി ക്യു, അതേപോലെ ബി സി ഈക്വൽ ടു ക്യു ആർ, അതേപോലെ മൂന്നാമത്തെ സൈഡ് എ സി ഈക്വൽ ടു പി ആർ എന്ന് എഴുതാം. ഇനി ഈ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, അതേപോലെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും രണ്ട് ട്രയാങ്കിളിൻ്റെ. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ, ഇങ്ങനെ എഴുതാം. ഒന്നുകൂടിയും പറയാം. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഈ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിളിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് CPCT എന്ന് എഴുതാം. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസ്, അത് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. അതായത് ഈ 6 കണ്ടീഷൻസ് ഓക്കെ ആവും. പക്ഷേ ഇതിൽ ഏതെങ്കിലും കുറച്ച് കണ്ടീഷൻസ് മാത്രം ഓക്കെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഫസ്റ്റത്തെ രണ്ട് കണ്ടീഷനും ഇതും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അതേപോലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്ന് നമുക്ക് നോക്കാം. 5 ക്രൈറ്റീരിയാസ് ആണുള്ളത് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇതിൽ എസ് എന്ന് പറയുന്നത് സൈഡും എ എന്ന് പറയുന്നത് ആംഗിളും ആണ്. ആദ്യത്തെ SAS ക്രൈറ്റീരിയ എന്താ നോക്കാം. ഈ SAS ക്രൈറ്റീരിയയിൽ എസ് എന്ന് പറയുന്നത് സൈഡും എ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിളും ആണ്. രണ്ട് എസിൻ്റെ സെൻറ്ററിലാണ് എ വരുന്നതെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആംഗിളാണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ DEFും. ഇതിൽ AB എന്ന് പറയുന്ന സൈഡും DF എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അതേപോലെ BC എന്ന് പറയുന്ന സൈഡും EF എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, ഈ രണ്ട് സൈഡിൻ്റെയും ഉള്ളിലുള്ള ആംഗിൾ, ഈ ആംഗിളുകളും സെയിം ആണ്. ഡബിൾ ഡാഷിൻ്റെയും സിംഗിൾ ഡാഷിൻ്റെയും ഇടയിലുള്ള ആംഗിൾ അത് സെയിം ആണ്. ഇങ്ങനെ രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും സെയിം ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ട്രയാങ്കിൾ ABC എങ്ങനെയാണ് എഴുതുക കോൺഗ്രൻ്റ് ആണ്? അടുത്ത ട്രയാങ്കിൾ എഴുതണത് ഫസ്റ്റ് ABC ഈ ഓർഡറിലാണ് എഴുതിയേക്കണത്. സിംഗിൾ ഡാഷ് ഡബിൾ ഡാഷ്, ഫസ്റ്റ് സിംഗിൾ ഡാഷ് രണ്ടാമത് ഡബിൾ ഡാഷ്. അപ്പോൾ അടുത്ത ട്രയാങ്കിളും സിംഗിൾ ഡാഷ് ഡബിൾ ഡാഷ് അല്ലേ. ഫസ്റ്റ് ഇത്, രണ്ടാമത് ഡബിൾ ഡാഷ്. അപ്പോൾ ഈ ഓർഡറിൽ വേണം എഴുതാൻ. DFE. അപ്പോൾ SAS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും അടുത്ത ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനോടും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഇതാണ് SAS ക്രൈറ്റീരിയ. അടുത്തതാണ് ASA ക്രൈറ്റീരിയ. ഇതിൽ A എന്ന് പറയുന്നത് ആംഗിളും S എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് സൈഡുമാണ്. രണ്ട് എയുടെ ഇടയിലാണ് S എന്ന് എഴുതിയേക്കണത്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് സൈഡ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ DEFും. ഇതിൽ ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അതിന് X എന്ന് പേര് കൊടുത്തു. അടുത്ത ആംഗിളും സെയിം ആണ്. അതിന് Y എന്ന് പേര് കൊടുത്തു. ഇനി ഈ രണ്ട് ആംഗിളിൻ്റെയും കോമൺ ആയിട്ടുള്ള സൈഡ് അതും ഈക്വലാണ്.
ഈ രണ്ട് ആംഗിളിനോടും ടച്ച് ചെയ്തിട്ടുള്ള ഈ സൈഡിന് പറയാൻ എന്താണ് ഇൻക്ലൂഡഡ് സൈഡ്, അത് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് ആംഗിളും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അത് രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പറയാം. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ്. അടുത്ത ട്രയാങ്കിൾ എങ്ങനെ എഴുതുക? നമുക്കിതിൽ രണ്ട് ആംഗിളും ഒരു സൈഡും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആംഗിൾ എക്സ്, പിന്നെ സിംഗിൾ ഡാഷുള്ള സൈഡ്, പിന്നെ ആംഗിൾ വൈ, ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ അടുത്തതിലും ആംഗിൾ എക്സ്, സിംഗിൾ ഡാഷ് ഉള്ള സൈഡ്, പിന്നെ ആംഗിൾ വൈ, ഇങ്ങനെ തന്നെ ആയിരിക്കണം ഓർഡർ എഴുതേണ്ടത്. അപ്പോൾ എ ബി സി, അപ്പോൾ ഡി ഇ എഫ്, ട്രയാങ്കിൾ ഡി ഇ എഫ്, ഈ ഓർഡറിലാണ് എഴുതാൻ. അടുത്ത ക്രൈറ്റീരിയ ആണ് എ എസ് ക്രൈറ്റീരിയ. ഇതിൽ എ എന്ന് പറയുന്നത് ആംഗിളും എസ് എന്ന് പറയുന്നത് സൈഡുമാണ്. ഇൻക്ലൂഡഡ് സൈഡ് അല്ലാത്ത മറ്റൊരു സൈഡ്. ഈ രണ്ട് ട്രയാങ്കിളിൽ എ ബി എന്ന് പറയുന്ന സൈഡും പി ക്യു എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അതേപോലെ ഈ ആംഗിളും ഈക്വലാണ്. അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇനി ഈ ആംഗിളും ഈക്വലാണ്. അതിന് നമുക്ക് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വലാണ്. അപ്പോൾ ഈ എ എസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിനോടും ഒരു സൈഡിനോടും ഈക്വലായി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പറയാം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രൻ്റ്. അടുത്ത ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് എഴുതേണ്ട പാറ്റേൺ നോക്കാം. ഇതിൽ എ ബി സി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ്. ഇതിൽ ഫസ്റ്റ് നമുക്കിതിൽ ആ കൂടി അറിയുന്നത് ഒരു സൈഡും രണ്ട് ആംഗിളുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ഇതിലെ ഈ സിംഗിൾ ഡാഷ്, പിന്നെ വരുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ, പിന്നെ വരുന്നത് വൈ എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ഓർഡറിൽ അല്ലേ. സിംഗിൾ ഡാഷ് എക്സ് വൈ. അപ്പോൾ ഇതിൽ സിംഗിൾ ഡാഷ് ഈ സൈഡ്, പിന്നെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ, പിന്നെ വൈ. അപ്പോൾ ഇങ്ങനൊരു ഓർഡറിലാണ് വരുന്നത്. സിംഗിൾ ഡാഷ് എക്സ് വൈ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ട്രയാങ്കിൾ ക്യൂ പി ആർ അല്ലേ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ക്രൈറ്റീരിയ ആണ് ട്രിപ്പിൾ എസ് ക്രൈറ്റീരിയ, അതായത് ട്രിപ്പിൾ സൈഡ് ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും വേറൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിനോട് ഈക്വലായി കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പറയാം. ഇപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഈ എ ബി എന്ന് പറയുന്ന സൈഡ് സി എഫ് എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. അതേപോലെ ബി സി എന്ന് പറയുന്ന സൈഡ് ഡി എഫ് എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. എ സി എന്ന് പറയുന്ന സൈഡ് ഡി ഇ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണെങ്കിൽ ഇതിൻ്റെ മൂന്ന് സൈഡിനോട് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പറയാം. അപ്പോൾ ട്രയാങ്കിൾ സി ബി എ കോൺഗ്രൻ്റ്. അടുത്ത ട്രയാങ്കിൾ എങ്ങനെ എഴുതുക? ഈ രണ്ടും ഒരേ പാറ്റേണിൽ വേണം എഴുതാൻ. അപ്പോൾ സി ബി എ ഈ ഒരു പാറ്റേണിലാണ്. ഫസ്റ്റ് ഡബിൾ ഡാഷ്, പിന്നെ സിംഗിൾ ഡാഷ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ഡാഷ് ഈ സൈഡ്, പിന്നെ സിംഗിൾ ഡാഷ് ഈ സൈഡ്, ഡബിൾ ഡാഷ് സിംഗിൾ ഡാഷ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടുന്ന് എഴുതണം. അപ്പോൾ ട്രയാങ്കിൾ ഡി എഫ് ഇ, ഇങ്ങനെ ഒരേ പാറ്റേണിൽ വേണം എഴുതാൻ. ലാസ്റ്റ് ക്രൈറ്റീരിയ ആണ് RHS ക്രൈറ്റീരിയ. ഈ RHS ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ മാത്രമാണ് ഈ RHS ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ R എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ, H എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്, S എന്ന് പറയുന്നത് സൈഡും ആണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. ഇതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, അടുത്ത ട്രയാങ്കിളിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതാണ് ഹൈപ്പോട്ടന്യൂസ്. അതും ഈ അടുത്ത ട്രയാങ്കിളിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഹൈപ്പോട്ടന്യൂസ്, അതും ഈക്വലാണ്. ഇനി ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത വേറൊരു സൈഡ്, അതും ഈക്വലാണെങ്കിൽ, വേറൊരു ട്രയാങ്കിളിനോട് ഈക്വലാണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന സൈഡ് ക്യു ആർ എന്ന് പറയുന്ന സൈഡിനോട് ഈക്വലാണ്. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, പിന്നെ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഈക്വലാണ്, അതേപോലെ വേറൊരു സൈഡും ഈക്വലാണ്.
അപ്പോൾ ഈ RHS ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റും. നമുക്കിത് എഴുതാം. ട്രയാങ്കിൾ ABC കോൺഗ്രൻ്റ് എങ്ങനെയാണ്? ഇതേ പാറ്റേണിൽ തന്നെ അടുത്തത് എഴുതണം. ABC. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണു. ഇതിൽ ഫസ്റ്റ് ഡബിൾ ഡാഷ്, പിന്നെ 90 ഡിഗ്രി, പിന്നെ ഈ സൈഡ് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡബിൾ ഡാഷ്, പിന്നെ 90 ഡിഗ്രി, പിന്നെ നമുക്കറിയാത്ത സൈഡ്. അപ്പോൾ ഡബിൾ ഡാഷ് ഫസ്റ്റ്, പിന്നെ 90 ഡിഗ്രി, പിന്നെ നമുക്കറിയാത്ത സൈഡ്. അപ്പോൾ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ട്രയാങ്കിൾ QRP ഈ പാറ്റേണിലാണ് എഴുതാൻ. ഈ പറഞ്ഞ 5 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും നമുക്ക് എന്തെന്ന് പറയാം? കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഇവിടെ 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളും അടുത്ത ട്രയാങ്കിളിൻ്റെ 3 സൈഡിനോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് SSS ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ 2 ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ട്രയാങ്കിൾ ABC കോൺഗ്രൻ്റ് ട്രയാങ്കിൾ PQR അങ്ങനെ പറയാം. അപ്പോൾ 2 ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബൈ CPCT, അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസ് അതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ആംഗിളും ഇതേപോലെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q എന്ന് എഴുതാം. ഈ മൂന്നാമത്തെ പൊസിഷനിലുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R എന്ന് എഴുതാം. അതേപോലെ ഫസ്റ്റ് സൈഡ് AB ഈക്വൽ ടു രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ സൈഡ് PQനോട് ഈക്വലാന്ന് പറയാം. അടുത്ത BC ഈക്വൽ ടു QR ആണെന്ന് പറയാം. ഇനി CA ഈക്വൽ ടു RP എന്ന് പറയാം. ഇവിടെ 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും. ഈ 2 ട്രയാങ്കിളിൻ്റെയും ഓരോ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ AB എന്ന് പറയുന്ന സൈഡ് PQ എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. BC എന്ന് പറയുന്ന സൈഡും QR എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അപ്പോൾ ഇത് ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് കോൺഗ്രൻ്റ് ആവുക? അതായത് 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും വേറെ ട്രയാങ്കിളിൻ്റെ 2 സൈഡിനോടും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വലാണ്. അപ്പോൾ SAS ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുക. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ കാരണം കൊണ്ട് RHS ക്രൈറ്റീരിയ വെച്ചിട്ടല്ല. കാരണം ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഈക്വലാന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ട്രയാങ്കിൾസ് കോൺഗ്രൻ്റ് ആവാനുള്ള ക്രൈറ്റീരിയാസ് നോക്കി. അതേപോലെ 2 ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ അതെങ്ങനെ ഏത് പാറ്റേണിലാണ് എഴുതേണ്ടത് നോക്കി. പിന്നെ CPCT എന്ന് പറഞ്ഞാൽ എന്താണെന്നും മനസ്സിലായി. ഇനി ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ലൈൻസ് ആൻഡ് ആംഗിൾസിലെ കുറച്ച് കാര്യങ്ങളും കൂടി അറിയാണ്ട് നമുക്കത് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ 2 ലൈൻസും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പോൾ ഇതിനെ പാരലൽ ലൈൻസ് എന്ന് വിളിക്കാം. ഈ 2 ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂട്ടിമുട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് പാരലൽ ലൈൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. 2 ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ അതാണ് പാരലൽ ലൈൻസ്. ഈ പാരലൽ ലൈൻസിൻ്റെ ഈ ഉള്ളിലുള്ള ഭാഗത്തിന് നമുക്ക് ഇൻറ്റീരിയർ എന്ന് പറയാം. ഈ 2 പാരലൽ ലൈൻസിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഇതാണ് ഇൻറ്റീരിയറിലുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഇത് ഈക്വൽ ആയിരിക്കും. അതേപോലെ അതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് 3, 4 ആണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു 2 ആയിരിക്കും. അതേപോലെ ആംഗിൾ 3 ഈക്വൽ ടു 4 ആയിരിക്കും. ഇതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ആംഗിളും ഈ ആംഗിളും. ഈ ക്രോസ് ചെയ്യണ ലൈനിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഒരു ആംഗിളും പിന്നെ അതിൻ്റെ മേലുള്ള ഈ ആംഗിളും. അപ്പോൾ ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആയിരിക്കും. അതേപോലെ തന്നെ താഴെയുള്ളതും ഈ ഒരു സെറ്റുമാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് 3 ആണെങ്കിൽ ഇത് 4, ഇത് 2ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇത് 5 ഇത് 6 ആണെങ്കിൽ ഈ സെറ്റും ഈക്വൽ ആയിരിക്കും. ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6.
ഇനി ഇത് ആംഗിൾ 7 ആണെങ്കിൽ ഇതും ഈക്വലായിരിക്കും 8. ആംഗിൾ 7 ഈക്വൽ ടു ആംഗിൾ 8. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലുള്ളത് പഠിച്ചാൽ മതി. ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും 1ഉം 2ഉം അതേപോലെ 3ഉം 4ഉം ഈക്വലാണ്. അതേപോലെ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് കോ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഈ ആംഗിളും 1ഉം 2ഉം ഇൻറ്റീരിയറിലുള്ള ഇവിടെയുള്ള ആംഗിൾസാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ താഴെയും ഇതും 3ഉം 4ഉം ആണെങ്കിൽ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, അതായത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസൊക്കെ ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, അതും അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് 2 സെറ്റ് കോ ഇൻറ്റീരിയർ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ 2 ലൈൻസും പാരലലാണെന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം.